Now we are studying about the Schrodinger picture, and we already discussed that the Schrodinger formulation of quantum mechanics, that is based on the matter wave concept of de Broglie. So firstly we can think about a wave moving in x-axis. Okay, we know what is the equation of a wave, and you already studied in second semester. In a particular axis, let it is x-axis, then we can write that is equal to a e raised to ikx minus omega t എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഓരോ പാർട്ടിക്കിളിനെയും അസോസിയേറ്റ് ചെയ്തൊരു വേവ് ഉണ്ട്. ദെൻ വി ആർ തിങ്കിങ് അബൌട്ട് എ ഫ്രീ പാർട്ടിക്കിൾ. ഒരു ഫ്രീ പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താ, അതൊരു പൊട്ടൻഷ്യലൊന്നുമില്ല, അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാണ്. ലെറ്റ് ഇറ്റ് ഈസ് മൂവിങ് ഇൻ എക്സ് ആക്സിസ്. ഒരു എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ വെറുതെ മൂവ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വേവ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വേവിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് ഹിയർ ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എക്സ് ആക്സിസ്. അപ്പോൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ് ആക്സിസിലുള്ള ഒരു വേവിന്റെ ഇക്വേഷൻ ആയിരിക്കും സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്കിളിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വേവിന്റെ ഇക്വേഷൻ, ഇസ്ന്റ് ഇറ്റ്? സോ ദ വേവ് ഇക്വേഷൻ psi of xt is equal to a e raised to ikx minus omega t. ഇത് ഈ a e raised to ikx minus omega t എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. where a is the amplitude of that wave, k എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം. അതിനാണ് നമ്മൾ വേവ് വെക്ടർ എന്ന് പറയുന്നത്. ഒമേഗ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് ആംഗുലാർ ഫ്രീക്വൻസി ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ വി നോ ദാറ്റ് വാട്ട് ഈസ് ദിസ് പി എന്താണ്, മൊമെന്റം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ കെയെയും ഒമേഗയെയും വേറെ എന്തെങ്കിലുമായി മാറ്റാൻ ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു പാർട്ടിക്കിൾ ആണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വേ അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ. സോ അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ എന്തൊക്കെ ഉണ്ടാവാം? മൊമെന്റം ഉണ്ടാവാം, എനർജി ഉണ്ടാവാം. അപ്പൊ കെയെയും ഒമേഗയെയും, അതായത് വേവ് വെക്ടറിനെയും അതുപോലെ തന്നെ ആംഗുലാർ ഫ്രീക്വൻസിയെയും നമ്മൾ വേറെ എന്തെങ്കിലും ആക്കി, അതായത് പാർട്ടിക്കിളിനുള്ള സാധനം എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് മൊമെന്റം ആൻഡ് എനർജി. അതാക്കി മാറ്റാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. ലെറ്റ്സ് ട്രൈ. വി ഹാവ് ദ കണ്ടീഷൻ ദാറ്റ് മൊമെന്റം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ ലാംഡ ആണെന്ന് നമുക്കറിയാം, ഇസ്ന്റ് ഇറ്റ്? അപ്പോൾ സിൻസ് പി ഈക്വൽ ടു എച്ച് ബൈ ലാംഡ മീൻസ് ഞാൻ ഒരു 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 2π കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2π ഇൻറ്റു 2π ബൈ ലാംഡ. അപ്പോൾ 2π ബൈ ലാംഡ എന്ന് പറയുന്നത് വി നോ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ആണെന്ന് നമുക്കറിയാം. എച്ച് ബൈ 2π നമുക്ക് എച്ച് കട്ട് എന്ന് നമുക്ക് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് പി ഈസ് ഈക്വൽ ടു എച്ച് കട്ട് കെ എന്ന് നമുക്ക് എഴുതാം, അല്ലേ? മൊമെന്റം എന്ന് പറയുന്ന വേവ് നമ്പറിന്റെ ബേസിൽ ഞാൻ എഴുതി പി ഈക്വൽ ടു എച്ച് കട്ട് കെ. സോ ഫ്രം ദർ ഐ ക്യാൻ റൈറ്റ് കെ ഈസ് ഈക്വൽ ടു പി ബൈ എച്ച് കട്ട്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ പി ബൈ എച്ച് കട്ട് ഫോർ കെ, ഇസ്ന്റ് ഇറ്റ്? സിമിലർലി വി നോ മൊമെന്റം എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് വി നോ ഇ ഈക്വൽ ടു എച്ച് ന്യൂ. അത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ദ എനർജി അസോസിയേറ്റഡ് വിത്ത് എ പാർട്ടിക്കിൾ ഓർ എനർജി അസോസിയേറ്റഡ് വിത്ത് എ വേവ്, അതായത് എനർജി ദേ ആർ എമിറ്റിംഗ് കണ്ടിന്യൂസ്ലി as the continuous packets of energy. Energy is emitting as continuous packets, and the energy of that packet E is equal to h nu എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. സോ E is equal to h nu എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ എച്ച് ന്യൂ എന്നുള്ളതിന് ഞാൻ എച്ച് ബൈ 2π ഇൻറ്റു 2π ന്യൂ എന്ന് ഞാൻ എഴുതുന്നു. 2π ന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒമേഗ. എച്ച് ബൈ 2π എന്താണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ആണ്. സോ ദ എനർജി ഐ ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ച് കട്ട് ഒമേഗ, ഇസ്ന്റ് ഇറ്റ്? ഫ്രം ദർ ഐ ക്യാൻ റൈറ്റ് വാട്ട് ഈസ് ഒമേഗ. ഒമേഗ ഈക്വൽ ടു ഇ ബൈ എച്ച് കട്ട്, ഇസ്ന്റ് ഇറ്റ്? സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വേവ് നമ്പർ ആൻഡ് ആംഗുലാർ ഫ്രീക്വൻസി, ഐ ആം യൂസിങ് energy and momentum of the particle, isn't it? So we can write that psi of xt equal to a e raised to I by h cut px minus et എന്ന് നമുക്ക് പറഞ്ഞൂടെ? അതായത് നമ്മൾ ആദ്യം psi of xt എന്ന് പറഞ്ഞെടുത്തത് ദാറ്റ് ഈസ് എ ഇക്വേഷൻ ഓഫ് എ വേവ് മൂവിങ് ഇൻ എക്സ് ആക്സിസ് ആണ്. ആൻഡ് ദിസ് വേവ് is the wave associated with a particle or associated with a free particle moving in x axis. So for a particle നമുക്കുള്ള ഒരു പാർട്ടിക്കിളിന് എന്തൊക്കെ ഉണ്ടാവുക? Momentum will be there, energy will be there. So the wave equation, I am writing it in the terms of momentum and energy. So this psi of xt I can write as a into e raised to I by h cut px minus et എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഷ്രോഡിഞ്ചർ എങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തത് നമുക്ക് നോക്കാം. So Schrodinger proposed that we already know that associated with a moving particle, a matter will be there,
And Schrodinger proposed that the matter wave associated with this particle that will be governed by certain differential equations. And he tried to find the differential equation. അതായത് ഒന്നും കൂടി പറയുന്നു, വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം, psi of xt. അതിനെ ഇപ്പോൾ നമ്മൾ മൊമെന്റത്തിന്റെയും എനർജിയുടെയും ടൈമിൽ നമ്മൾ എഴുതി. വി നോ ദാറ്റ് is psi of xt is equal to a into e raised to I by h cut px minus e into t. ഇങ്ങനെ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ ഒരു പാർട്ടിക്കിളിന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല നമുക്കറിയാം. ദർ ഈസ് സം കണ്ടീഷൻസ് ആർ ദർ. അതല്ലെങ്കിൽ ആ കണ്ടീഷൻസ് നമുക്ക് മറ്റൊരു തരത്തിൽ നമുക്ക് ആ കണ്ടീഷനിലേക്ക് എത്താം. അതാണ് ഷ്രോഡിഞ്ചർ പറഞ്ഞ കണ്ടീഷൻ. വാട്ട് ഈസ് ദാറ്റ് കണ്ടീഷൻ ഫോർ ദാറ്റ്? ദാറ്റ് മീൻസ് ദിസ് വേവ് ഫംഗ്ഷൻ must obey some differential equations. Otherwise we can say that, ഒന്നുകൂടി ഇങ്ങനെ പറയാം, the matter wave associated with this particle that must be governed by certain differential equations. Okay, ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഷ്രോഡിഞ്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളതല്ല, ഷ്രോഡിഞ്ചർ ഒരുപാട് വഴി വെച്ചിട്ടാണ് അത് ഡെവലപ്പ് ചെയ്തത്. നമുക്കത് കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദി ഷ്രോഡിഞ്ചർ ഇക്വേഷൻ? നമുക്ക് അവസാനം ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. So we know that the wave function associated with a free particle, that is psi of xt, that is equal to a into e raised to I by h cut px minus et. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കാര്യം ചെയ്യാണ്. I am going to differentiate that psi by t. Dou psi by dou t എന്തെന്ന് കണ്ടുപിടിക്കുകയാണ്. So dou psi by dou t എന്ന് പറയുമ്പോൾ here you know a is a constant there, and e raised to x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ you know that is equal to e raised to x itself. e raised to ax ആണെങ്കിൽ that a ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ a into e raised to ax ആയിരിക്കും. So here the constant with t is equal to minus I e by h cut ആണ്. So dou psi by dou t equal to minus I e by h cut a e raised to I by h cut px minus et ആണ്. So here a e raised to I by h cut px minus et എന്ന് പറഞ്ഞാൽ എന്താണ്? That is psi itself. So we can write that dou psi by dou t is equal to minus I into e psi by h cut എന്ന് നമുക്ക് പറയാം. So from there I am going to find what is e psi. അതായത് അപ്പോൾ മൈനസ് ഐ ബൈ എച്ച് കട്ട് അവിടെ നിന്ന് ഇക്വേഷൻ്റെ മറ്റേ സൈഡിലേക്ക് പോകുന്നു. സോ ദെൻ ദാറ്റ് വിൽ കം as ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി. ഒന്നും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മൈനസ് ഐ ബൈ എച്ച് കട്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എച്ച് കട്ട് ഈസ് ഇൻ ദ ഡിനോമിനേറ്റർ ദാറ്റ് വിൽ കം ടു ന്യൂമറേറ്റർ, ആൻഡ് I is in the numerator, that will go to denominator. അപ്പോൾ we will get that is equal to h cut by I എന്ന് കിട്ടും. Then a negative sign will be there, so we will get that is equal to minus h cut by I. But we know that minus 1 by I is equal to I. അത് നമുക്ക് അറിയുന്നതാണ്, minus 1 by I equal to I എന്ന്. So here we can write that is equal to I h cut dou psi by dou t. So e psi can be written as I h cut dou psi by dou t. Similarly, what we are going to do is we are going to differentiate psi with x. So here if we are trying to differentiate it, we know the constant with x equal to I by h cut into p. So by differentiating that, we will get dou psi by dou is equal to ip by h cut a into e raised to I by h cut px minus et. So here also we know a e raised to I by h cut px minus et, that is equal to psi. So we know dou psi by dou x equal to ip by h cut psi. So from there I can write p psi equal to minus I h cut dou psi by dou x. Okay. So these are the equation with us. E psi equal to I h cut dou psi by dou t, p psi equal to minus I h cut dou psi by dou t. Then we are going to the Schrodinger equation. Okay. Schrodinger പോയ മെത്തേഡ് എന്ന് പറയുന്നില്ല, ഷ്രോഡിഞ്ചർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മൾ എത്തുന്നത് ഈ ഒരു മെത്തേഡ് വെച്ചിട്ടാണ്. നമുക്ക് എളുപ്പമുള്ള ഒരു മെത്തേഡ് വെച്ച് നമുക്ക് ഷ്രോഡിഞ്ചർ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് എത്താം. യു നോ വാട്ട് ഈസ് ദ ടോട്ടൽ എനർജി? ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സോ ദിസ് കൈനറ്റിക് എനർജി ക്യാൻ ബി റിട്ടൺ as p square by 2m and potential energy can be written as v. So this total energy E is equal to p square by 2m plus v. Okay. So here what I am going to do is I am going to multiply each time with psi. So we can write E psi equal to p square by 2m psi
plus v psi എന്ന് നമുക്ക് പറയാം, isn't it? We know what is E psi. In order to find E psi, we can take the equation 5. So E psi equal to I h cut dou psi by dou t. Then we are going to find what is P square psi. Okay. P psi എന്ന് പറഞ്ഞാൽ we know that is equal to minus I h cut dou psi by dou x. അപ്പോൾ P square means we need to square it. So minus into minus, that is plus I into I, that is I square, h cut square, dou square so by dou x square. So that is equal to I square എന്ന് വെച്ചാൽ എന്താ, മൈനസ് ആണ്. സോ വി വിൽ ഗെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ഡോ സ്ക്വയർ സോ ബൈ ഡോ എക്സ് സ്ക്വയർ. സോ പി സ്ക്വയർ സൈ ബൈ 2m എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ റൈറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സോ ബൈ ഡോ എക്സ് സ്ക്വയർ. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ. ദാറ്റ് ഈസ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് കട്ട് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി സൈ. ദാറ്റ് ഈസ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ ഉള്ള കേസാണ്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ വൺ ഡയമെൻഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു minus h cut square by 2m dou square psi by dou x square plus v psi. So we are going to 3 dimensionലേക്ക് പോവാണെങ്കിലോ dou square psi by dou x square എന്നുള്ളതിന് അവിടെ എന്തൊക്കെ ഉണ്ടാവും? x ആക്സിസും y ആക്സിസും z ആക്സിസും ഉണ്ടാവും. So we can write instead of that dou square psi by dou x square, we can write that is equal to dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square. So we can write Schrodinger equation in 3 dimensions as I h cut dou psi by dou t equal to minus h cut square by 2m dou square psi by dou x square plus dou square psi by dou y square plus dou square psi by dou z square plus v psi. That is the Schrodinger equation in 3 dimension. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം ഞാൻ ഒന്നും കൂടി പറയുന്നു. Schrodinger differential equation means Schrodinger approach അനുസരിച്ച് ക്വാണ്ടം മെക്കാനിക്സ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ Schrodinger approachൽ എന്താ പറയുന്നത്? We know what is de Broglie hypothesis. De Broglie hypothesis അനുസരിച്ച് associated with a moving particle there will be a wave function will be there, or a wave will be there, or a matter wave will be there. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് ഷ്രോഡിഞ്ചർ പിക്ചറിലേക്ക് എത്തിയത്. അപ്പോൾ അതനുസരിച്ച് എന്താണ്, ദ മാറ്റർ വേവ് അസോസിയേറ്റഡ് വിത്ത് ദ വേവ് പാർട്ടിക്കിൾ, അതിന്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു psi. അപ്പോൾ ഷ്രോഡിഞ്ചർ പറഞ്ഞത് ദ മാറ്റർ വേവ് എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ സം ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏതെങ്കിലും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കണം ഈ മാറ്റർ വേവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്റെ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഫോർ ദാറ്റ് what we had taken a simple equation, that is the total energy is equal to kinetic energy plus potential energy, and we know kinetic energy equal to p square by 2m. So from there we need to find what is p and e. അപ്പോൾ p എന്താ e എന്താണ് എന്നുള്ളത്, അതല്ലെങ്കിൽ p psi എന്താണ് e psi എന്താണെന്നുള്ളത് നമ്മൾ ഒരു ഫ്രീ പാർട്ടിക്കിൾ വേവ് ഇക്വേഷൻ എടുത്തു. അതിൽ നിന്ന് we find what is p psi and what is e psi, and we substituted those values in that equation.